മെങ്ങും പനിനീർ പുഷ്പമായി വിടർന്നു പരത്തും സ്വർഗീയ സുഗന്ധം കുടുംബമെങ്ങും കാവൽ വിളക്കായി ദീപ്തി പരത്തും പ്രഭാതതാരം മിഴിനീർ തുടച്ച് മിഴിവേകും കാരുണ്യമേ ആരാരുമില്ലാത്ത കാലത്തിലേക ആലംബമേ മക്കളെ, മംഗളവാർത്ത തിരുനാളിൻ്റെ ഒരുക്കമായുള്ള പ്രാർത്ഥന നിങ്ങൾക്കായി ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങളത് ചൊല്ലണം. 10 ദിവസമാണ് ചൊല്ലേണ്ടത്. 9 ദിവസമായാലും വിരോധമില്ല. നിങ്ങൾക്ക് 25-ാം തീയതി വരെ നിങ്ങളത് ചെയ്യണം. 24-ാം തീയതി രാത്രിയിൽ 3 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോ ചെയ്തു തരും എന്നാണ് പറയപ്പെടുന്നത്. പാരമ്പര്യങ്ങളിൽ പറയപ്പെടുന്ന ഈ കാര്യം സത്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എന്നേ അവസാനിച്ചു പോകുമായിരുന്നു ഈ പ്രാർത്ഥനകൾ. അതുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവം അമ്മയുടെ മാധ്യസ്ഥം തേടാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഇതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം. രണ്ടാമതായിട്ട് ഞാൻ എങ്കിലും സഹോദരങ്ങളെ നമ്മുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ അവരോട് സംസാരിക്കുകയും അവരെ കൂടി നമ്മുടെ സ്നേഹവലയത്തിൽ ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. മൂന്നാമതായിട്ട് നാം അന്നത്തെ ദിവസം പ്രത്യേകമായും മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം ലോകസമാധാനത്തിനു വേണ്ടി ജപമാല മുടങ്ങാതെ ചെല്ലാനായിട്ട് സമൂഹത്തിൽ പങ്കെടുക്കുക. സമൂഹ പ്രാർത്ഥന മാർച്ച് 24 3 മണി മുതൽ മാർച്ച് 25 3 മണി വരെ ആയിരിക്കും. അതൊരു കൂട്ടർ തന്നെയല്ല അത് ചെല്ലുന്നത്, എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. നിങ്ങൾ ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരൊക്കെ വരുമെന്നും ഒക്കെ നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കുന്നതായിരിക്കും. നേരത്തെ ബുക്ക് ചെയ്യണം എന്ന് മാത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഈ നൊവേനയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവർ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എനിക്ക് അതിലെ എണ്ണം മനസ്സിലാകും, ആരൊക്കെ പങ്കെടുക്കുന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു 12 പേർക്കേലും ഈശോയുടെ ശിഷ്യന്മാരെ ഓർത്ത് അവർക്ക് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവരോട് അന്നത്തെ ദിവസം പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ വരാനായിട്ട് പറയുക. ഞാൻ അഡ്രസ്സും ഫോൺ നമ്പറും തരാം, ഓഫീസിൻ്റെ നമ്പർ തരാം, വഴി അതിലുണ്ടായിരിക്കും. ആ കാർഡ് ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഇന്നത്തെ ദിവസം ഇതുമാത്രം മതി. നിങ്ങൾ തീരുമാനമെടുക്കുക, മനസ്സ് ശുദ്ധമാക്കുക, ഹൃദയം ശുദ്ധമാക്കുക, നല്ലപോലെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കുകൊള്ളുക. നമ്മൾക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടണമെങ്കിൽ എല്ലാവരോടും ക്ഷമിച്ചാലേ ഈശോ നമുക്ക് അനുഗ്രഹം തരുള്ളൂ. കൈ കഴുകി വൃത്തിയാക്കി മാത്രമേ നമ്മൾ സമ്മാനം സ്വീകരിക്കാനായിട്ട് വലിയ വലിയ ആൾക്കാരുടെ അടുത്തേക്ക് പോകുള്ളൂ. അതുപോലെ നല്ല വസ്ത്രമണിഞ്ഞ് തമ്പുരാൻ്റെ ആ അനുഗ്രഹം മേടിക്കാനായിട്ട് അന്നത്തെ ദിവസം നമുക്ക് ഒരുങ്ങാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ എനിക്ക് ഭക്ഷണവും നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലവും ഒരുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർത്തേക്കണം. എനിക്ക് നമ്പർ തരണം. ഒന്നാമത് നിങ്ങളെ ലൈക്ക് ചെയ്യുന്നത് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവർക്ക് മാത്രമേ ഇത് ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് അനുവദിക്കുന്നുള്ളൂ കേട്ടോ.
ഈ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമില്ലാതെ വന്നിട്ടൊരു കാര്യവുമില്ല. നമ്മൾ ഒരുങ്ങി വേണം വരാനായിട്ട്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇതെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥന കിട്ടിയത് വൈകിയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അന്നു മുതൽ, ആ കിട്ടിയ നാൾ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിവസവും ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ടും കൂടെ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ 9 പ്രാവശ്യം, 9 ദിവസത്തേത് 9 പ്രാവശ്യം നിങ്ങൾ തികയ്ക്കുക കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുന്നവർ ആര് തന്നെ ആയാലും, അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ലേ പീപ്പിളോ പിള്ളേരോ യൂത്തോ ആർക്കൊക്കെ വേണേലും ഇതിൽ പങ്കെടുത്ത് അന്നേ ദിവസം വരാവുന്നതാണ്. അറിയിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണ്ടേ. പിന്നെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നവരതും പറയണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാം ക്രമീകരിക്കും. പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രത്യേകമായി അനുഗ്രഹങ്ങൾ നേരുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.